ആസിഫ് അലിയുടെ നല്ലൊരു കംബാക്ക് ആവുന്ന പ്രതീക്ഷ ഒരു സിനിമയായിരുന്നു തലവൻ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇതും കൈവിട്ടു പോയിന്ന്. ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഫേർട്ട് ഇട്ട് നല്ല ഗംഭീരമായിട്ട് തന്നെ കാർത്തിക് വാസുദേവൻ നെസ്സയുടെ ക്യാരക്ടർ ആസിഫ് അലി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ ലുക്ക്, മാനറിസം, ബോഡി ലാംഗ്വേജ് എല്ലാം ആപ്റ്റ് ആയിരുന്നു. ഇവിടെ ആസിഫ് അലി എന്താണ് തേച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മാത്രമാണ്. ഫ്രഷ്നസ് ഇല്ലാത്ത, ഒരു രീതിയിലും പുതുമയില്ലാത്ത ഒരു മേർഡർ മിസ്റ്ററി ത്രില്ലറാണ് ആസിഫ് അലി ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. റിട്ടൺ ബൈ ആനന്ദ് തേവർക്കാടൻ, ശരത് പെരുമ്പാവൂർ. പൂർ റൈറ്റിംഗ് എന്ന് തന്നെ പറയാം. ഇന്റൻസ് ആയിട്ടോ ത്രില്ലിംഗ് ആയിട്ടോ ഒന്നും തന്നെ ഇവരുടെ റൈറ്റിംഗിൽ കണ്ടെത്താനായില്ല. ഇൻവെസ്റ്റിഗേഷൻ സീൻസ് പോലും ഒരു സ്മാർട്ട്നെസ്സോ അല്ലെങ്കിൽ ഒന്നും ഒരു പുതുമയില്ലാത്ത രീതിയിലാണ് ഇവരെല്ലാം എഴുതിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് അനാവശ്യമായ ക്യാരക്ടേഴ്സും ആക്ഷൻ സീൻസൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാണ് ആസിഫ് അലി സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തതെന്ന് അറിയില്ല. ചിലപ്പോൾ ജിസ്റ്റോയുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാവാം, പക്ഷെ എന്നാലും സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പടം മൊത്തത്തിൽ ആവറേജ് ഉള്ളെന്ന് വെക്കാം. പക്ഷെ അപ്പോഴും മേർഡർ മിസ്റ്ററി ആയതുകൊണ്ട് ഈ പടത്തിന്റെ ക്ലൈമാക്സ് റിവീൽ അല്ലെങ്കിൽ ക്ലൈമാക്സ് ട്വിസ്റ്റിൽ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഇവിടെ ക്ലൈമാക്സിൽ റിവീൽ പോലും ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ജോജു ജോർജിന്റെ ഇരട്ട എന്ന സിനിമ കണ്ടവരെല്ലാവരും നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ പടത്തിന്റെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാണ്ട് നോക്കിയാൽ പടം ഒരു ആവറേജ് മാത്രമേ ഉള്ളൂ. ജിസ്ജോയുടെ ഡയറക്ഷൻ ആണെങ്കിലും ഒട്ടും ഒരു ഇമ്പാക്ട് തരാത്തതായിട്ടാണ് ഫീൽ ചെയ്തത്. സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ലൈറ്റിംഗ് എല്ലാം ഡീസൻ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബിജു മേനോൻ, അനുശ്രീ, മിയ ജോർജ്, ദിലീഷ് പോത്തൻ എല്ലാം ഡീസൻ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബിജു മേനോൻ ആസിഫ് അലിയുടെ കോംബോ കെമിസ്ട്രി നന്നായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ദീപക് ദേവിന്റെ മ്യൂസിക് അതൊരു നല്ലൊരു പോസിറ്റീവ് ഫാക്ടർ ആയിട്ട് തന്നെയാണ് കണ്ടത്. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം, സെക്കൻഡ് ഹാഫും കണ്ടിരിക്കാം. പക്ഷെ ക്ലൈമാക്സ് റിവീൽ അത് ഒട്ടും അങ്ങോട്ട് വർക്ക്ഔട്ട് ആയില്ല. അവിടെ കൊളുത്തിയായിരുന്നെങ്കിൽ പടം ഒരു എബോ ആവറേജ് ആണെന്നെങ്കിലും പറയായിരുന്നു. ഓവറോൾ ഒരു ഡിസപ്പോയിന്റിംഗ് വെഞ്ചർ മാത്രമായിരുന്നു എനിക്ക് തലവൻ.